മീന് 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 ഹോയ് മീന് മീന്. എന്തോന്ന് മീന്? ചാളയുണ്ട്, അയലയുണ്ട്. അയല എടുക്കട്ടെ? 100 രൂപയ്ക്ക്. എനിക്ക് 50 രൂപയ്ക്ക്. ആദ്യം തരാനുള്ള കാശ് ഇപ്പം എത്രയാണെന്നറിയാമോ? ബാലിനോട് പറഞ്ഞിട്ട് ആ കാശ് നീ മേടിച്ച. ചാള മതിയല്ലോ. എന്ത് ചെയ്യാനാ, എല്ലാവരും കടം മേടിച്ചിട്ട് എൻ്റെ കാര്യം നടക്കണ്ടേ? എനിക്ക് സാധനം എടുക്കണ്ടേ? നാളെ കാശില്ല ഇങ്ങോട്ട് വന്ന. നമ്മളും ജീവിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്ന, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. മീന് മീന് മീനെ. എന്താ അമ്മേ, നിനക്കിന്ന് ക്ലാസ്സിൽ പോണ്ടേ? സമയമായില്ലല്ലോ. എന്താ? നാളെ മുതൽ മീനില്ല. മീനൊരു ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമുണ്ടോ അമ്മേ? മാള് എഴുന്നേറ്റില്ല ഇതുവരെ? 2 ഇതുവരെ എണീറ്റിട്ടില്ല. ദേവ് കിടന്നുറങ്ങട്ടെ. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല കൊച്ച്. നല്ല ക്ഷീണം കാണും. മാളു 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 എഴുന്നേറ്റേ. കുറച്ചുകൂടി കിടക്കട്ടെ അമ്മ. എഴുന്നേറ്റ് മുറ്റടി സ്കൂളിൽ പോടി. എഴുന്നേക്ക് എഴുന്നേക്ക്. എപ്പോഴും എനിക്ക് മാത്രം ജോലി, ദേവന് ജോലി കൊടുക്കില്ല. അമ്മ എന്താ ഇങ്ങനെ? ദേവു മോളെ, എഴുന്നേറ്റേ. ബാ എഴുന്നേക്ക്. എണീറ്റ് റെഡിയാവ്. അമ്മ ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കാം. മാളു മാളു. എന്തോ? മാളുവേ, ദാ വരുന്നു. കുമാരേട്ടാ വെള്ളം. ദേവ് എണീറ്റില്ലേ? ഇല്ല കുമാരേട്ടാ. ഇതാ കുമാരേട്ടാ. മാളു സ്കൂളിൽ പോകുന്നില്ലേ ഇന്ന്? പോണം കുമാരേട്ടാ. കുമാരേട്ട ഇറങ്ങാണേ. മക്കളെ നമ്മൾ പോകുന്നേ. വൈകുന്നേരം വെച്ചിരിക്കണേ. രാജി, ദേവ് എഴുതി. ഞാനിന്നലെ രാത്രി ശരിക്കും പേടിച്ചു. മോൾക്ക് തീരെ വയ്യായിരുന്നു. കണ്ണുവേദനയും തലവേദനയൊക്കെ ആയിട്ട് അവളും തീരെ ഉറങ്ങിയില്ല. മോളെ ആശുപത്രി കൊണ്ടുപോകുന്ന ദിവസം കഴിഞ്ഞല്ലേ? എനിക്ക് വയ്യ അച്ഛാ. മോളൊന്ന് സ്കൂളിൽ പോണ്ട. അച്ഛനൊന്ന് കുളിച്ചിട്ട് വരാം.
ബാല, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ ബന്ധുക്കളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുക. അവർ വന്നോട്ടല്ലേ? ശശിയേട്ടൻ എൻ്റെ അവസ്ഥയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാല. എന്നാലും നമ്മൾ എന്തിനെ കൊടുക്കണ്ടേ? ശശിയേട്ടൻ അറിയാലോ, എനിക്ക് 3 പെൺപിള്ളേരെ. അവരുടെ പഠിത്തം, വീട്ടു ചെലവ്, അതിന് പുറമെ ഇളയ ചികിത്സ, അതിനൊക്കെ ഈ ചെണ്ട കൂട്ടി കിട്ടുന്ന കാശ് മാത്രമേ ഉള്ളൂ. കുമാരേട്ടനൊന്നും സഹായിക്കില്ല ബാല. അയാൾക്ക് വേറെ ആരും ഇല്ലല്ലോ. കുട്ടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. പിന്നെ ഞാനൊന്നും അന്വേഷിക്കാറില്ല. ഈ കുമാരേട്ടൻ ബാലന്റെ അമ്മാവനല്ലേ? ആ, അതെ. ഞാനൊന്ന് ഇറങ്ങട്ടെ ബാല. പിന്നെ വരാം. എന്നാ ശരി. സാറേ, സാറേ, വാ കുമാരേട്ടാ. എന്താ കുമാരേട്ട ഇത്? ഞാൻ എത്ര തവണ കുമാരേട്ടനോട് പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകുന്ന വഴി വാങ്ങാമെന്ന്. കുമാരേട്ടൻ എന്തിനാ മെനക്കെട്ട് വന്നത്? സാറിനൊരു ബുദ്ധിമുട്ട് എനിക്ക് എന്താ ബുദ്ധിമുട്ട്? 360 രൂപ ഇരിപ്പുണ്ട് സാറ്. ശരി, കുമാരേട്ടൻ കയറിയിരിക്കേ. ഇല്ല സാറേ, പോവുക. ഇരിക്കു കുമാരേട്ടാ. ഇരിക്കുന്നില്ല സാറേ, ഞാൻ പോവുക. ആ കുമാരേട്ടാ, ഇതെങ്ങോട്ടാ? ആരാ അത്? ഞാൻ മെമ്പറാ. ആ മെമ്പറെ ഞാനൊന്ന് കാണാതിരിക്കുമായിരുന്നു. എന്താ കുമാരേട്ടാ? എൻ്റെ പെൻഷൻ്റെ കാര്യം എന്തായി മെമ്പറെ? ഓ, കുടിശ്ശികയെല്ലാം തീർത്ത് ഉടനെ തന്നെ കിട്ടും കുമാരേട്ടാ. പിന്നെ വീടിന്റെ കാര്യം കൂടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. എനിക്കല്പം ധൃതിയുണ്ട്. പോയിട്ട് വരട്ടെ ആ കുമാരേട്ടാ. മെമ്പറെ. എന്തൊരു മീന്? ചാളയുണ്ട്, അയലയുണ്ട്. ചാള തരി. ചാള മതി. 50 രൂപയ്ക്ക്. 50 രൂപയ്ക്കല്ലേ? 50 രൂപയ്ക്കൊന്നും കിട്ടൂല കേട്ടോ. ആ ശരി. എന്താ വാല, മീനൊന്നും വേണ്ടേ? ഇങ്ങനെ വേണ്ട അബുക്ക. നീ ആ കൊച്ചിൻ്റെ അടുത്ത് പാത്രം കൊണ്ടുവരാൻ പറ. ഞാൻ ഇന്നലെ എൻ്റെ കെട്ടിയോടത്ത് പറഞ്ഞ കാര്യമാക്കണ്ട. എൻ്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. നിനക്ക് എത്ര മീൻ വേണമെങ്കിലും തരാം. നീ ആ പാത്രം എടുത്തോണ്ട് വരാൻ പറ. ഗതിയിടിങ്ങനെ ആയിപ്പോയി അബുക്ക. അതുകൊണ്ട് അതൊന്നും സാരമില്ലടാ. നീ ആ പാത്രം എടുത്തോണ്ട് വരാൻ പറ. നിന്റെ മക്കളൊക്കെ സുഖമായിരിക്കുന്നു ആബോ? സുഖമായിരിക്കുന്നു കുമാരേട്ട. അവർക്ക് ബാപ്പ മീൻ കച്ചവടം ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന തൊഴിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ അന്നമായി പോയില്ലേ കുമാരേട്ട. കുമാരേട്ട ഇറങ്ങട്ടെ. ആ ശരി ആബു. എടാ ബാല, കാര്യമാക്കണ്ട. ഇല്ലേക്ക. എടാ ബാല, യവനിത് ഇവിടെ പോയി. എടാ ബാല, അച്ഛന് തീരെ വയ്യ. എടാ, ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. വെള്ളം ഇറങ്ങുന്നില്ല. പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ പ്രശ്നമാകുവാടാ സുഖു. ചേട്ടൻ വാ, ഒന്നും സംഭവിക്കില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഒന്നാമത് ക്ലബിന്റെ പരിപാടിയല്ലേ. കാര്യങ്ങൾ ഏത് വഴിക്ക് പോകുമെന്ന് എനിക്കറിയില്ല. എന്നാലും അത്യാവശ്യമായിരുന്നു. അവൾ മാത്രമേ വീട്ടിൽ ഉള്ളൂടാ. എടാ ബാല, ബാലേട്ട എവിടെ പോയി? ആ എത്തി. സമയായിടെ വാടേ. ഡേയ്, നിന്റെ അച്ഛൻ സുഖമുണ്ടടാ? അച്ഛന്റെ അവസ്ഥ തീരെ മോശമാണ്. ആ പെൻഷനൊക്കെ കിട്ടാൻ തുടങ്ങിയാ? കുളിയൊക്കെ വാങ്ങിച്ചോ? കുളിയ വാങ്ങിക്കാൻ പൈസ തരട്ടോ?
പാപം ചെയ്യുന്നവരെല്ലാം നരകത്തിൽ പോവും, നന്മ ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിൽ പോവും. മോള് കേൾക്കുന്നില്ലേ? കുമാരേട്ടൻ എനിക്ക് തലവേദനിക്കുന്നു, കണ്ണും മങ്ങുന്നു. ബാക്കി കഥ പിന്നെ കേൾക്കാം കുമാരേട്ട, ഞാൻ പോട്ടെ. അയ്യോ, ബാല, ചെറുക്കൻ്റെ വീട്ടുകാർ ഇവൻ ഞായറാഴ്ച വരട്ടെ എന്ന് ചോദിക്കും. വരാൻ പറയട്ടെ. ഇത്ര പെട്ടെന്ന് അവരിങ്ങോട്ട് വന്ന ഒരുക്കങ്ങളും ചെയ്യില്ല. അവരൊക്കെ ജോലി തിരക്കുള്ള ആൾക്കാരല്ലേ ബാല. പിന്നെ നിങ്ങളുടെ വീട്ടിലെ 5 പേരെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെന്താ അങ്ങനെ പറഞ്ഞു? കുമാരേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതെങ്ങനെ ശരിയാവും? കുമാരേട്ടൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗമല്ലേ, അത് ശരിയാകത്തില്ല. കുടുംബത്തിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായി സംഭവിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അല്ല, അത് കാരണം കല്യാണത്തിന് തടസ്സമാകട്ടെന്ന് കരുതി ഞാൻ പറയേണ്ടത് പറഞ്ഞു. നിങ്ങൾക്കൊരു മകൾ മാത്രമല്ലല്ലോ. കുമാരേട്ടനെ കൂടെ സമയത്തേക്ക് മാറ്റി നിർത്തിയാൽ പോരെ ബാല. നീ ഒന്ന് ആലോചിക്കുക. എന്നാൽ പിന്നെ ഓക്കെ, ഞാൻ പിന്നെ വിളിച്ചോളാം. ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം എന്താ മോളെ? നല്ല തലവേദനയും കണ്ണുവേദന, ഉറങ്ങാൻ പോലും പറ്റില്ല. നമുക്ക് ആശുപത്രിയിൽ പോവാം. ഡോക്ടറിനെ കണ്ട് ചെക്കപ്പ് നടത്താൻ ദിവസമായി, അതുകൊണ്ടായിരിക്കും. എനിക്ക് കുമാരനെ പോലെ കണ്ണാണതാവോ അമ്മ? അയ്യോ ഇല്ല ഇല്ല, അങ്ങനൊന്നുമില്ല. മോക്കൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. എന്താടാ, എന്ത് പറ്റി? അമ്മ, എന്താ ഞാൻ മക്കളെ? സ്വപ്നം കണ്ടു. ഓ, എന്ത് പറ്റി? എന്താ കണ്ടേ? കുമാരനെ പോലെ എനിക്ക് കണ്ണാണതാവോ അമ്മ? നമുക്ക് ആശുപത്രി പോവാം അമ്മ, എനിക്ക് പേടിയാവുന്നു. പോവാം മക്കളെ, പോവാം, നമുക്ക് പോവാം. ആ കുമാരേട്ടാ, വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ ഇവിടെയാണോ വന്നിരിക്കുന്നത്? ഇന്നെങ്കിലും വീട്ടിലിരുന്നൂടെ? എന്തോന്ന് ചടങ്ങ്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ചെറുമോളുടെ എൻഗേജ്മെന്റ് അല്ലേ ഇന്ന്? അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല. അയ്യോ, ശരി, പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല്, ഞാൻ പോട്ടെ. ആ,
ദേവുട്ടിയേ, എന്തോ ദേവുട്ടി ഇഞ്ഞു വാ. കുമാരേട്ട വന്നോ? ഇന്ന് കുമാരേട്ടന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇത് എല്ലാവർക്കും കൊടുത്ത് മോളും കഴിക്കും. കുമാരേട്ടാ, ചോറ് കഴിക്കാൻ വരൂ. ആ, ഇലയിലാണല്ലോ ചോറ്. ഇന്നെന്താ വിശേഷം? കുമാരേട്ടാ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അവിടെ എന്താ വിശേഷം? താരമോളെ, ഇന്നെന്താ വിശേഷം? ഇലയിലൊക്കെ ചോറ് തരുന്നു. ബാലു, എല്ലാരും പോയോ? എല്ലാരും പോയോ? ദേവുട്ടി, നീയും പോയോ? സാരമില്ല കുമാരേട്ടാ, ഞാൻ അവിടെ പോയപ്പോഴാണ് കുമാരേട്ടൻ ഇല്ലാത്ത കാര്യം അറിഞ്ഞത്. അവരുടെ സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. കുമാരേട്ടൻ ക്ഷമിക്കേ. കണ്ണ് കാണാത്തോണ്ട് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചപ്പോഴും ഇത്രയും വിഷമം തോന്നിയിട്ടില്ല സാറേ. ഇതിപ്പോ സഹിക്കാൻ പറ്റാത്ത കാര്യം. ക്ഷമിക്കൂ കുമാരേട്ടാ, ക്ഷമിക്കേ. പോവാ സാറേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കല്യാണത്തിന്റെ ഡേറ്റിംഗ് അടുത്തു. ഒരുക്കങ്ങൾക്ക് നമുക്ക് ഇപ്പോഴേ തുടങ്ങണ്ടേ? ഇനിയിപ്പോ സമയവും ഇല്ല. കാശിന്റെ കാര്യമൊക്കെ എന്താ ചെയ്യുക? പെട്ടെന്നായ സ്ഥിതിക്ക് കാശിന്റെ കാര്യത്തിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാര്യങ്ങളൊക്കെ പെട്ടെന്നല്ലേ. ആ, നമുക്ക് നോക്കാം. ഇതാ അച്ഛ വെള്ളം. ഉടനെ ഒരു കല്യാണം വേണം അമ്മേ, ഈ കാശില്ലാത്ത സമയത്ത്. അച്ഛാ, ദേ എനിക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകേണ്ടതാ. നീ പോ മോളെ, നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോലല്ലോ, വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയപ്പോ നല്ല കൂട്ടരാണെന്ന് തോന്നി. അതുമായിട്ട് മുന്നോട്ട് പോവാം. അല്ലാതെ എന്നെ പറഞ്ഞയക്കാൻ ധൃതിയായിട്ടല്ലേ. പൊടി, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ മോളെയും കൊണ്ട് കുരിശുമല പോവാൻ. ബാല, നീ ചോദിച്ച അത്രയും രൂപ എൻ്റെ കയ്യിലില്ല. 5 or 10 വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ പിള്ളേരുടെ അടുത്ത് അങ്ങനെയൊന്നും ചോദിക്കാറില്ല. നീ വേറെ ആരുടെടുത്തെങ്കിലും ചോദിക്കും.
ആ ബാലു, കുമാരേട്ടാ. ആ സാറോ? ആ. സാറിനെ നോക്കി ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കുമായിരുന്നു. ആ 500 രൂപ ഇരിപ്പുണ്ട്. ശരി കുമാരേട്ടാ, ഞാൻ വേണ്ടതെല്ലാം ചെയ്യാം. ശരി എന്നാ. ബാല, കാശൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? വാക്ക് പാലിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നെ മോശക്കാരനാക്കല്ലേ? ഓക്കെ ഓക്കെ. ബാല, നീ വിചാരിക്കുന്ന പോലെ കാശൊന്നും എൻ്റെ കയ്യിലില്ല. നിന്നെ ഒഴിവാക്കുന്നതായി കണക്കാക്കരുത്. ആ എന്നാ ശരി സാറേ. ഓക്കെ. ഡാ, നീ എവിടെയായിരുന്നു? നിന്നെ എവിടേക്ക് അന്വേഷിച്ചു? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളുടെ കല്യാണമല്ലേ, സാമ്പത്തികമൊന്നും ആയില്ല. അതിനൊരു വഴിയുണ്ട്. കുമാരേട്ടൻ്റെ പേരിൽ ഒരു പോളിസി ഉണ്ട്. പക്ഷെ ഒരു കാര്യം, കുമാരേട്ടൻ ഇല്ലാതാവണം. ചെയ്യാം. എനിക്കെന്ത് പ്രയോജനം? ആശം പറയുന്ന പോലെ കിട്ടുന്നതിൽ പാതി ചെയ്യാം. കാര്യം കഴിഞ്ഞ ശേഷം കാലുമാറിയെന്ന് അറിയല്ല. വെക്കോ വെക്കോ. സാറേ. ആ എന്താ കുമാരേട്ടാ പതിവില്ലാത്ത നേരത്ത്? സാറേ, എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി എൻ്റെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന പൈസ ഒന്ന് എടുത്തു തരണം. അതൊന്ന് ശരിയാക്കി തരണം സാറേ. കുമാരേട്ടാ, എന്തോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? കുമാരേട്ടന്റെ ആകെയുള്ള ജീവിത മാർഗമാണ് നശിക്കുന്നത്. അത് കുഴപ്പമില്ല സാറേ. എൻ്റെ കുട്ടിക്ക് ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ സാറേ. കുമാരേട്ടൻ കയറിയിരിക്കെ, ഞാൻ ചെക്ക് എടുത്തോണ്ട് വരാം. കുമാരേട്ടാ, എത്ര രൂപയാണ് എടുക്കേണ്ടത്? സാറെന്ന് പറഞ്ഞല്ലോ സാറേ, 10,15 ലക്ഷം രൂപ ഉണ്ടെന്ന്. അതിൽ 10 ലക്ഷം രൂപ എടുക്കണം സാറേ. കുമാരേട്ടാ, 10 ലക്ഷമാണെന്നുള്ള ഉറപ്പാണല്ലോ? ആ.
ഞാൻ കൂടെ വരണോ സാറേ ബാങ്കിൽ? വേണ്ട കുമാരേട്ടാ, ഞാൻ ഇന്ന് തന്നെ ഇതെല്ലാം ശരിയാക്കാം. കുമാരേട്ടൻ പതിവ് പോലെ നാളെ വാ, നമുക്കൊരുമിച്ച് ഈ പണം കൊണ്ടു കൊടുക്കാം. സാറേ 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 കുമാരേട്ടാ, എന്താ ഇവിടെ? സാറിനെ കാണാൻ വന്നതാ. സാർ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയതാണെന്നറിയാവോ? എവിടെ പോയെന്നറിയില്ല. കുമാരേട്ടാ, കുമാരേട്ടാ. സാറോ? സാറ് എവിടെയായിരുന്നു സാറേ? ഞാൻ പേടിച്ചു പോയി സാറേ. സാറേ സാറ് എവിടെയായിരുന്നു സാറേ? കുമാരേട്ടാ, ഞാൻ ബാങ്കിൽ പോയപ്പോൾ വലിയ തുക ആയതുകൊണ്ട് അടുത്ത ദിവസം അറേഞ്ച് ചെയ്യാമെന്നാണ് ബാങ്കിൽ നിന്ന് എന്നോട് പറഞ്ഞത്. എന്റെ സ്കൂളിന്റെ ആവശ്യമായി DD ഓഫീസ് വരെ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് വൈകിയത്. സാറ് വന്നല്ലോ, സാറ് വന്നല്ലോ സാറേ. സാറേ 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 സാറ് എന്നെ കൊടുക്കും സാറേ. കുമാരേട്ടൻ കൊടുക്കുക. കുഴപ്പമില്ല സാർ, സാറ് എന്നെ കൊടുക്കും സാറേ. സാറ് എന്നെ കൊടുത്തുക സാർ. ബാല, കുമാരേട്ടന്റെ ജീവിതത്തിലെ ആകെയുള്ള സമ്പാദ്യമാണ് ഈ ഇരിക്കുന്നത്. ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ചു വച്ചതാണ്. നിന്റെയും കുടുംബത്തിന്റെയും കടമീട്ടാൻ ഇതുപകരിക്കും. ക്ഷമിക്കണം കുമാരേട്ട, ക്ഷമിക്കണം കുമാരേട്ട. നീ എന്റെ മോനല്ലേ? നീ എന്റെ മോനല്ലേ? ക്ഷമിക്കണം കുമാരേട്ട, ക്ഷമിക്കണം കുമാരേട്ട, മാപ്പാക്കണം കുമാരേട്ട. അമ്മേ, കുമാരേട്ടനെ കുമാരേട്ട, കുമാരേട്ട കുമാരേട്ടനെ കുമാരേട്ട,